الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم إن الله يأمركم أن تؤدوا الأمانات إلى أهلها وإذا حكمتم بين الناس أن تحكموا بالعدل إن الله نعم ما يعظكم به إن الله كان سميعا بصيرا صدق الله العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാരെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാ നിർദ്ദേശങ്ങൾക്കൊത്ത് നമ്മുടെ ദൈനംദിന ജീവിതങ്ങളെ ക്രമപ്പെടുത്തണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. പരമദയാലുവായ തമ്പുരാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാടും നാട്ടുകാരും സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വക്കിലാണ് നിൽക്കുന്നത്. 15ാം ലോക്സഭാ ഇലക്ഷന്റെ ആരവങ്ങളും ബഹളങ്ങളുമാണ് എവിടെയും നമ്മൾ കേട്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർ എല്ലാ മുക്കുമൂലകളിലും പാഞ്ഞു നടക്കുകയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ കൊല്ലങ്ങളിൽ പാവപ്പെട്ട വോട്ടർക്ക് കാണാൻ കഴിയാതിരുന്ന തങ്ങളുടെ പ്രതിനിധികളെ അവർ സുലഭമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ നാളുകളിൽ. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നമ്മുടെ നേതാക്കന്മാർക്ക് തീർച്ചയായും ജനങ്ങളോട് വല്ലാത്ത പ്രണയമാണ്. അവരുടെ വാക്കുകൾ നല്ല തേൻ പുരട്ടിയ വാക്കുകളായി, മുദ്രാവാക്യങ്ങളായി, വാഗ്ദാനങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. മിക്കവാറും എല്ലാവരുടെയും കയ്യിൽ നല്ല പ്രകടന പത്രികകളുണ്ട്. പ്രകടന പത്രികകൾ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ പ്രകടനത്തിനായുള്ളതാണ് എന്നും ഏതാണ്ട് ആളുകൾക്കൊക്കെ അറിയാം. നടപ്പിലാക്കാനോ അതിനോട് പ്രതിബദ്ധത പുലർത്താനോ പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾക്കും നേതാക്കൾക്കും കഴിയാറില്ല. ഏതായാലും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ
വോട്ട് അല്ലെങ്കിൽ സമ്മതിദാനാവകാശം എന്നത് വലിയ ഒരു കാര്യമാണ്. ഒരു പൗരന് ലഭിക്കുന്ന വലിയ ഒരവസരമാണ്. ആ അവസരം വളരെ ബോധപൂർവം ഉപയോഗപ്പെടുത്തണം, വളരെ ബുദ്ധിപൂർവം ഉപയോഗപ്പെടുത്തണം എന്ന് ദീനിയായ അർത്ഥത്തിൽ ഒരു നസീഹത്ത് നൽകാനാണ് ഇന്നത്തെ ഖുതുബയിൽ ശ്രമിക്കുന്നത്. നമ്മൾ നമ്മുടെ സമ്മതിദാനാവകാശം ഉപയോഗപ്പെടുത്തി ആരെ പിന്തുണക്കണമെന്നും ആരെ പുറന്തള്ളണമെന്നും നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ അത്തരമൊരു തീരുമാനത്തിന്റെ മുമ്പിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്ത് തീർച്ചയായും ചില ആലോചനകൾ നടത്തേണ്ടതുണ്ട്. കാരണം രാഷ്ട്രീയമായ നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ തീരുമാനങ്ങളടക്കം അള്ളാഹുവിന്റെ ദീനിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ ഇന്ന് ഏതാണ്ട് എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. വോട്ട് ചെയ്യാതിരിക്കുന്നതും വോട്ട് ചെയ്യുന്നതും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നതുമടക്കം എല്ലാം യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ദീനിയായ സംഗതികൾ തന്നെയാണ്. കാരണം അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്നുകൊണ്ട് നമ്മളെടുക്കുന്ന പ്രതിജ്ഞയുടെ അർത്ഥം ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെ നമ്മൾ നമസ്കാരം പറഞ്ഞു, ആരാധനകൾ പറഞ്ഞു, നിർത്തിയില്ല, പിന്നെ ജീവിതം പറഞ്ഞു, പിന്നെ മരണവും പറഞ്ഞു, ലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിനാണ് ഇതെല്ലാം ഞാൻ സമർപ്പിക്കുന്നത് എന്നാണ് പ്രതിജ്ഞ എടുക്കുന്നത്. എങ്കിൽ ആ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നതാണ് ഈ പ്രവർത്തനങ്ങളെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ വിശാലമായ മണ്ഡലത്തിന്റെ പുറമ്പോക്കിലല്ല ഈ രാഷ്ട്രീയവും നിലകൊള്ളുന്നതെങ്കിൽ തീർച്ചയായും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നാളെ കണക്കെടുപ്പ് നടത്തപ്പെടുമ്പോൾ വിശദീകരണം നൽകേണ്ട ഒരു വിഷയം തന്നെയാണത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹു വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹു. അണുമണി തൂക്കമാണ് ഖൈർ, നന്മയെങ്കിൽ ആ നന്മ അയാൾ പരലോകത്ത് കാണും എന്ന് ഖുർആൻ. തിന്മയാണെങ്കിൽ അങ്ങനെ. ഞാൻ ചെയ്ത നന്മ രാഷ്ട്രീയ മണ്ഡലത്തിലാണ്, അത് ഖൈറായതോ ഷർറായതോ എങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടതില്ല എന്ന് ചിന്തിക്കാനേ സാധ്യമല്ല. ഏത് മണ്ഡലത്തിലായാലും നീ ചെയ്ത ഖൈറും ഷർറും അതിന്റെ ഏറ്റവും കുറഞ്ഞ പരിമാണത്തിൽ, അതിന്റെ ഏറ്റവും കുറഞ്ഞ അളവിൽ, അതാണ് മിസ്കാല ദർറത്ത്, അതിനാണ് നമ്മൾ അണുത്തൂക്കം എന്ന് പരിഭാഷപ്പെടുത്തുന്നത്. അത്രയാണ് ചെയ്തിട്ടുള്ളതെങ്കിലും അത് അള്ളാഹുവിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. അല്ല, നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അവയുടെ എല്ലാ പരിണാമങ്ങളും അതിന്റെ ഫലങ്ങളും അതിന്റെ പ്രത്യാഘാതങ്ങളുമടക്കം റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിത പുസ്തകത്തിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നു എന്ന് പോലും ഖുർആൻ പറയുന്നു. വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ലു ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. വനക്തുബു മാ ഖദ്ദമു വആസാറഹും, അവരുടെ കർമ്മങ്ങൾ മാത്രമല്ല, ആ കർമ്മങ്ങളുടെ അടയാളമുദ്രകൾ കൂടി അല്ലാഹു രേഖപ്പെടുത്തുന്നു. എന്താണ് ഒരു കർമ്മത്തിന്റെ മുദ്രകൾ? ആ കർമ്മം കൊണ്ട്, ആ തീരുമാനം കൊണ്ട് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും പ്രതിഫലനങ്ങളും പ്രതികരണങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം റബ്ബ് ഈ ജീവിത പുസ്തകത്തിൽ രേഖപ്പെടുത്തും എന്നർത്ഥം. നന്മയായാലും തിന്മയായാലും. ഒരു കിണർ നിർമ്മിച്ചു കൊടുത്ത ഒരു മനുഷ്യൻ, ആ കിണറ്റിലും ധാരാളം ആളുകൾ വെള്ളം കോരി, അവരൊക്കെ അത് പ്രയോജനപ്പെടുത്തി എങ്കിൽ ആ പ്രയോജനപ്പെടുത്തിയതെല്ലാം ഇദ്ദേഹത്തിന്റെ ഈ കർമ്മപുസ്തകത്തിൽ അല്ലാഹു രേഖപ്പെടുത്തുന്നു അതിന്റെ ആധാറുകളായി. ഒരാളൊരു ചീത്ത തീരുമാനമെടുത്തു, കുടുംബത്തിലോ സമൂഹത്തിലോ പ്രസ്ഥാനത്തിലോ രാഷ്ട്രീയത്തിലോ സാമ്പത്തിക മണ്ഡലത്തിലോ എന്തുമാകട്ടെ, അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും അനുരണനങ്ങളും ഉണ്ടാക്കി. അതെല്ലാം അദ്ദേഹത്തിന്റെ ജീവിത പുസ്തകത്തിൽ വരും, അത് രേഖപ്പെടുത്തുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് മനുഷ്യജീവിതത്തിന്റെ
ഏറ്റവും ചലനാത്മകമായ മേഖലകളിലൊന്നായ രാഷ്ട്രീയ മണ്ഡലത്തിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ കണക്കെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി വരും എന്ന ബോധത്തോടുകൂടി വേണം നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ. ഞാൻ സൂചിപ്പിക്കുന്നത്, എന്ത് തീരുമാനമെടുക്കുമ്പോഴും നമ്മുടെ അസ്തിത്വബോധത്തിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് കാര്യങ്ങൾ ചിന്തിക്കാനും ചർച്ച ചെയ്യാനും. എന്താണ് നമ്മുടെ അസ്തിത്വബോധം? ആരാണ് നമ്മളെന്ന്, എന്താണ് നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന്, നമ്മുടെ ദൗത്യം എന്തെന്ന് വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഒരൊറ്റ വാചകത്തിൽ പറഞ്ഞാൽ, നന്മയുടെയും നീതിയുടെയും പ്രകാശം പരത്തുന്ന ഒരു സമുദായമാണ് നിങ്ങൾ എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ നമ്മുടെ മേൽവിലാസം എന്ന നിലയിൽ പരിചയപ്പെടുത്തിയത്. നന്മയുടെയും നീതിയുടെയും പ്രകാശം പരത്തുന്ന സമുദായം. ഖുർആൻ നമ്മുടെ അസ്തിത്വത്തെ വിശദീകരിച്ചത് അങ്ങനെയാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ മനുഷ്യ സമൂഹത്തിന് വേണ്ടി പുറത്തെടുക്കപ്പെട്ട ഉത്തമ സമാജമാണ്. നിങ്ങൾ നന്മ നിർമ്മിക്കുന്നവരാണ്, തിന്മയെ നിർമ്മാർജ്ജനം ചെയ്യുന്നവരാണ്. ഇങ്ങനെയുള്ള നന്മയുടെ പ്രകാശം പരത്തുന്ന സമുദായം. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. ഇങ്ങനെ നന്മകളെ നിർമ്മിക്കുകയും തിന്മകളെ നിർമ്മാർജ്ജനം നടത്തുകയും ചെയ്യുന്ന ഒരു ഉത്തമ സമാജമായി തീരണം. പോരാ, നന്മയിലേക്ക് ജനങ്ങളെ, ലോകത്തെ നയിക്കേണ്ടുന്ന പ്രബോധക സമുദായമായി തീരണം നിങ്ങൾ എന്ന് ഖുർആൻ പറയും. ഈ ദൗത്യം ഒരാൾ നിർവഹിച്ചില്ലെങ്കിൽ, ഈ സമുദായം നിറവേറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും അപമാനിക്കപ്പെടുന്നവരായി തീരുമെന്നും അള്ളാഹുവിന്റെ പ്രവാചകൻ മുന്നറിയിപ്പ് നൽകി. എന്തുമാത്രമെന്ന് ചോദിച്ചാൽ, ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ അവഹേളിക്കപ്പെടുന്നത് അയാൾ തന്റെ സങ്കടങ്ങളുമായി തന്റെ നാഥനിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ കരുണാമയനായ തമ്പുരാൻ തട്ടിക്കളയുക എന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുക എന്നതാണ്. വിശ്വാസിയായ ഒരു മനുഷ്യൻ അയാളുടെ ആരാധനകൾക്ക് ശേഷം അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് ആ പ്രാർത്ഥനയുടെ കരങ്ങളെ കരുണാമയനായ റബ്ബ് തള്ളിക്കളയുക, ഇതിനേക്കാൾ വലിയ ഒരു അപമാനം റഹ്മാനും റഹീമുമായ ഗഫൂറും വദൂദുമായ റബ്ബ് അയാളുടെ അർച്ചനകളെ, അയാളുടെ പ്രാർത്ഥനകളെ, അയാളുടെ ആവശ്യങ്ങളെ അള്ളാഹു നിരാകരിക്കുക എന്നതിനേക്കാൾ വലിയ അപമാനമില്ലല്ലോ. സുമ്മ തദഊനഹു ഫലാ യുസ്തജാബു ലക്കും എന്ന് പ്രവാചകൻ വിശദീകരിച്ചു. അയാളുടെ ദുആക്ക് ഇജാബത്ത് കിട്ടുകയില്ല ഇപ്പറഞ്ഞ ദൗത്യം അയാൾ നിർവഹിച്ചില്ലെങ്കിൽ. എന്നല്ല, ഈ സമുദായം അഭിശപ്തമായ ശപിക്കപ്പെട്ട ഒരു സമൂഹമായി തീരും. അള്ളാഹുവിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട മഹത്തുക്കളായ പ്രവാചകന്മാരുടെ നാവുകളിലൂടെ ശപിക്കപ്പെട്ട ഒരു സമുദായം. ലുഇനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീൽ അലാ ലിസാനി ദാവൂദ് വഈസ ഇബ്നു മറിയം. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ദാവൂദിന്റെയും ഈസ ഇബ്നു മറിയത്തിന്റെയും നാവുകളിലൂടെ ശപിക്കപ്പെട്ടു ആ സമുദായം. എന്തേ കാരണം? തിന്മകളെ അവർ നിർമ്മാർജ്ജനം ചെയ്തില്ല. കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു. ഇതുകൊണ്ട് അവർക്ക് സംഭവിച്ചതാണ് എന്ന് പറയും. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാം ചരിത്രത്തിൽ വരുത്തിയ ഏറ്റവും വലിയ വിപ്ലവം ഈ നന്മയുടെ വിപ്ലവമായിരുന്നല്ലോ, ഈ നന്മയുടെ പ്രബോധനമായിരുന്നല്ലോ. ജാഹിലിയ്യത്തിലെ ഏറ്റവും വലിയ മുദ്രാവാക്യം മർദ്ദകനായാലും മർദ്ദിതനായാലും നീ നിന്റെ സഹോദരനെ സഹായിക്കുക എന്നായിരുന്നു. മർദ്ദകനായാലും മർദ്ദിതനായാലും എന്ന് പറഞ്ഞാൽ അവൻ നിന്റെ ഗോത്രക്കാരനാണെങ്കിൽ, നിന്റെ കുടുംബക്കാരനാണെങ്കിൽ, നിന്റെ കക്ഷിയാണെങ്കിൽ, നിന്റെ പാർട്ടിക്കാരനാണെങ്കിൽ, നിന്റെ നാട്ടുകാരനാണെങ്കിൽ അവനെ നീ പിന്തുണക്കുക, അവൻ തെറ്റിലായാലും ശരിയിലായാലും. ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമൻ. എന്താണ് അല്ലാഹുവിന്റെ പ്രവാചകൻ വരുത്തിയ വിപ്ലവം? ഈ മനോഹരമായ മുദ്രാവാക്യത്തെ അതിന്റെ വാചകങ്ങളിൽ നിലനിർത്തുകയും അതിന്റെ ഉള്ളടക്കത്തിൽ മാറ്റിപ്പണിയുകയും ചെയ്തു അല്ലാഹുവിന്റെ പ്രവാചകൻ. റസൂൽ ഇസ്ലാമായ ശേഷം ആ സമൂഹത്തോട് പറഞ്ഞു, ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമൻ. നിന്റെ സഹോദരൻ അവൻ മർദ്ദകനായാലും മർദ്ദിതനായാലും അവനെ നീ സഹായിക്കുക, അവനെ പിന്തുണക്കുക. പരിവർത്തനം വന്ന സമൂഹം ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അപ്പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. എന്റെ സഹോദരൻ മർദ്ദിതനാണെങ്കിൽ അവനെ എനിക്ക് പിന്തുണക്കാം, പക്ഷേ അവൻ മർദ്ദകനാണെങ്കിലോ എങ്ങനെയാണ് അവനെ പിന്തുണക്കുക? പ്രവാചകൻ പറഞ്ഞു, തംനഉഹു മിനൽ ളുൽം
ഫദാലിക നസ്റുക ഇയ്യാഹു, നീ അവനെ ആ അധർമ്മത്തിൽ നിന്ന്, അക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക. അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മയിൽ നിന്ന്, മർദ്ദനങ്ങളിൽ നിന്ന് അവനെ നീ പിന്തിരിപ്പിക്കുക. അതാണ് അവനുള്ള സഹായമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജാഹിലിയ്യത്തിന്റെ മുദ്രാവാക്യത്തെ മനോഹരമായ ആ വാചകങ്ങളിൽ നിലനിർത്തി ഉള്ളടക്കത്തെ മാറ്റിപ്പണിത ഒരു സമുദായത്തെ ലോകത്തിന്റെ മുമ്പിൽ സംഭാവന നൽകുകയാണ് ചെയ്തത്. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഇത് നന്മയുടെ പ്രകാശം പരത്തുന്ന ഒരു സമുദായമാണ്. ഒരുപിടി സൂക്തങ്ങളിലൂടെ, ഹദീസുകളിലൂടെ നമുക്ക് വിശദീകരിക്കാൻ കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നീതിയുടെ വിഷയം. ലോകത്ത് ഏറ്റവും നീതിബോധമുള്ള സമുദായമാണ് മുസ്ലിം ഉമ്മത്ത് എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. നീതിബോധത്തിൽ അവരെ തോൽപ്പിക്കുന്ന ഒരു സമൂഹമില്ല. അവരുടെ ചലനങ്ങൾ കണ്ട്, അവരുടെ സഞ്ചാരങ്ങൾ കണ്ട്, അവരുടെ തീരുമാനങ്ങൾ കണ്ടിട്ട് അന്യദേശക്കാരായ, അന്യമതസ്ഥരായ ആളുകൾ പോലും പറഞ്ഞുപോയിട്ടുണ്ട്, ഇവർ നീതിയുടെ വക്താക്കളാണല്ലോ. ജൂതന്മാർക്ക് ഭൂമി വീതിച്ചു കൊടുത്ത സന്ദർഭത്തിൽ പ്രവാചകന്റെ ശിഷ്യന്മാരോട് അവർ പറയുകയാണ്, ഈ നീതിബോധത്തിലാണ് ആകാശവും ഭൂമിയും നിലകൊള്ളുന്നത് എന്ന്. ആരാണ് പറഞ്ഞത്? അന്യമതസ്ഥരായ ആളുകൾ. ഇവരുടെ കണിശമായ നീതിനിഷ്ഠ കണ്ടിട്ട് പറയുകയാണ്. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിന്റെ സൈന്യം ജയിച്ചടക്കി മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ അവർ പല നാടുകളിലൂടെ, പരദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ താമസിച്ചിരുന്ന ക്രൈസ്തവ ജനത പ്രതികരിക്കുകയാണ്, അല്ല, ഇവരെ കണ്ടിട്ട് പണ്ട് യേശുമിശിഹയോടൊപ്പം ഉണ്ടായിരുന്ന വിശുദ്ധന്മാരെ പോലെ തോന്നുന്നുവല്ലോ. ഇവരുടെ നീതിനിഷ്ഠ കണ്ട്, ഇവരുടെ സ്വഭാവ മഹിമ കണ്ട്, ഇവരുടെ ആദർശസ്ഥൈര്യം കണ്ടിട്ട് പണ്ട് യേശുമിശിഹയോടൊപ്പം ഉണ്ടായിരുന്ന വിശുദ്ധന്മാരെ പോലെ തോന്നിക്കുന്നുവല്ലോ എന്ന്. ഇതാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ നീതിബോധം. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ്, അല്ലാഹുവിനെ സാക്ഷികളായി, നീതിയുടെ കൊടിവാഹകരായി നിങ്ങൾ മാറുക. വിശുദ്ധ ഖുർആന്റെ പ്രയോഗം നീതി ഉയർത്തിപ്പിടിക്കണമെന്നല്ല, നീതിയുടെ കൊടിവാഹകരായി നിങ്ങൾ മാറുക. ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ്, അല്ലാഹുവിനെ സാക്ഷികളായി, നീതിയുടെ കൊടിവാഹകരായി നിങ്ങൾ മാറുക. ആ നീതിയുടെ താല്പര്യം വലൗ അലാ അൻഫുസിക്കും, ആ നിങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരായാലും, എന്റെ സ്വന്തം താല്പര്യങ്ങൾക്കെതിരായാലും, അവിൽ വാലിദൈനി, മാതാപിതാക്കളുടെ താല്പര്യങ്ങൾക്കെതിരായാലും, വല്ലഖറബീൻ, ബന്ധുക്കളുടെ താല്പര്യങ്ങൾക്കെതിരായാലും, ഇയകുൻ ഗനിയ്യൻ ഔ ഫഖീറൻ ഫല്ലാഹു ഔലാ ബിഹിമാ, കക്ഷി ദരിദ്രനാവട്ടെ അല്ലെങ്കിൽ ധനികനാവട്ടെ, രണ്ടായാലും അവനോട് കൂടുതൽ അടുത്തത് അല്ലാഹുവാണ്. ഇതൊന്നും നിങ്ങളെ സ്വാധീനിക്കാൻ പാടില്ല. ഫലാ തത്തബിഉൽ ഹവാ അൻ തഅദിലു, ഒരിക്കലും നീതി പാലിക്കുന്നതിൽ നിന്ന്, നീതിപൂർണമായ നിലപാടുകൾ എടുക്കുന്നതിൽ നിന്ന് ഒരിക്കലും നിങ്ങളുടെ താല്പര്യങ്ങൾ നിങ്ങൾക്കൊരു തടസ്സമായി കൂടാ. അഥവാ നീതിയെ വിട്ട് നിങ്ങളുടെ ദേഹേച്ഛകൾക്ക് പിന്നാലെ നിങ്ങൾ സഞ്ചരിച്ചുകൂടാ. വഇൻ തൽവു ഔ തുഇലു, ഇനി നിങ്ങൾ സത്യത്തെ വളച്ചൊടിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ സത്യത്തിന്റെ നീതിയുടെ വഴിയിൽ നിന്ന് പിന്മാറാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിലോ, ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ, തീർച്ചയായും അല്ലാഹു നിങ്ങൾ ചെയ്യുന്നതൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. ഇത് നിസ്സാരമായ ഒരു കാര്യമല്ല. ഷഹീദ് സയ്യിദ് ഖുത്ബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, മുകളിലേക്കുള്ള, മലയിലേക്കുള്ള ഒരു വഴി, ആ വഴിയാകട്ടെ സ്ലിപ്പറിയാണ്, വഴുതിപ്പോകുന്ന വഴിയാണ്. അങ്ങനെയുള്ള ഒരു വഴിയിലൂടെ ഒരു ഗിരിമാർഗത്തിൽ മുകളിലേക്ക് കയറുന്നത് പോലുള്ള ഒരു അനുഭവമാണ്. സ്വന്തം താല്പര്യങ്ങൾക്കും, മാതാപിതാക്കളുടെ താല്പര്യങ്ങൾക്കും, അല്ലെങ്കിൽ നാട്ടുകാരുടെയൊക്കെ താല്പര്യങ്ങൾക്കെതിരായി നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു തീരുമാനമെടുക്കുക എന്നത് വളരെ പ്രയാസമേറിയ കാര്യമാണ് എന്ന് പറയുകയാണ്. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅ്ദിലൂ ഹുവ അഖറബു ലിത്തഖ്വ, ഒരു ജനതയോടുള്ള വെറുപ്പ്, ഒരു പാർട്ടിയോടുള്ള വിരോധം, ഒരു കുടുംബത്തോടുള്ള ശത്രുത, ഒരു നാടിനോടുള്ള വൈരാഗ്യം, ഇതൊന്നും നീതിയുടെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ. ആ നീതിയാണ് യഥാർത്ഥത്തിൽ സൂക്ഷ്മതയോട്, അള്ളാഹുവിനോടുള്ള തഖ്വയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തിക്കുകയാണ്. അവിടെ സ്വന്തം ചിന്തയൊന്നും പാടില്ല എന്ന് പറയുകയാണ്. അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരെടുക്കുന്ന നിലപാടുകളെ സസൂക്ഷ്മം അല്ലാഹു നിരൂപണം ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ കഴിയും. നീതിപൂർവമായില്ല നിങ്ങളുടെ പ്രതികരണമെങ്കിൽ, പ്രവാചകന്മാരാണെങ്കിൽ പോലും
കർശനമായ കാർക്കശ്യത്തിന്റെ സ്വരത്തിൽ അള്ളാഹു സംസാരിച്ച് നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയും. ഒരൊറ്റ ഉദാഹരണം പറയാം. മഹാനായ നൂഹ് അലൈഹിസ്സലാം, നൂഹ് നബിയുടെ കാലത്ത് അള്ളാഹുവിന്റെ ശിക്ഷയായി പ്രളയം സംഭവിച്ചു. ആ പ്രളയത്തിൽ ധിക്കാരിയും നിഷേധിയുമായ അദ്ദേഹത്തിന്റെ മകൻ മുങ്ങി മരിക്കുകയാണ്. മുങ്ങിയും പൊങ്ങിയും മകനെ കാണുകയാണ് പുത്രവത്സലനായ മഹാനായ പ്രവാചകൻ. കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടൊരു നിമിഷത്തിൽ അദ്ദേഹം പറഞ്ഞുപോയി, അല്ലാഹുവേ, ഇവൻ എന്റെ മകനാണല്ലോ, എന്റെ മകൻ എന്റെ കുടുംബത്തിൽപ്പെട്ടവനാണല്ലോ, എന്റെ കുടുംബത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കാമെന്ന് നിന്റെ വാക്കുണ്ടല്ലോ എന്ന് ഒരു ദുർബല നിമിഷത്തിൽ നൂഹ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു പോവുകയാണ്. അള്ളാഹുവിന്റെ പ്രതികരണം അതിരൂക്ഷമായിരുന്നു. ശൈഖുൽ അംബിയ ആയ നൂഹ് നബിയോട് അള്ളാഹുവിന്റെ പ്രതികരണം വളരെ കർക്കശമായിരുന്നു. നൂഹേ, നീ എന്താണ് ഈ പറയുന്നത്? ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, നിന്റെ കുടുംബക്കാരനെ അല്ലവൻ, വിവരമില്ലാത്ത കാര്യം ചോദിച്ചെന്റെ മുമ്പിൽ വരരുത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല കർശനമായിട്ട് താക്കീത് ചെയ്യുകയാണ്. നീതിയും അനീതിയും തമ്മിൽ പോര് നടക്കുമ്പോൾ, സത്യവും മിഥ്യയും തമ്മിലുള്ള മത്സരത്തിൽ അള്ളാഹുവിന്റെ സഹായത്താൽ സത്യം ജയിക്കുന്ന ഈ സന്ദർഭത്തിൽ അസത്യത്തിന്റെയും ധിക്കാരത്തിന്റെയും നിഷേധത്തിന്റെയും കൂടെ നിന്ന ഒരുപിടി ആളുകൾ മുങ്ങി മരിച്ച് ചത്തുകൊണ്ടിരിക്കുമ്പോ അവരെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ നിന്റെ മകനെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ വിവേചനമുണ്ടല്ലോ, ഈ അനീതിയുണ്ടല്ലോ, ഞാനത് സഹിക്കുകയില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇതാണ് ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന നീതിബോധം എന്ന് പറയുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല കർശനമായിട്ടത് കൈകാര്യം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് മഖ്സൂമിയായ പെണ്ണ്, ആ പെണ്ണിന്റെ കളവിന്റെ കേസ് പ്രവാചകന്റെ മുമ്പിൽ വന്നപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ത് നിലപാടെടുത്തു? നമുക്കറിയാമല്ലോ, ആളുകളൊക്കെ കൂടി, യോഗം കൂടി പ്രവാചകന്റെ മുമ്പിൽ വന്നിട്ട് അവർക്ക് വേണ്ടി ശുപാർശ നടത്തുകയാണ്. കാരണം മോഷണം നടത്തിയ പെണ്ണ് തറവാട്ടുകാരിയാണ്, മഖ്സൂമിയാണ്. പ്രവാചകൻ എന്ത് ചെയ്തു? മിമ്പറിൽ കയറി നിന്നുകൊണ്ട് ആ സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ഈ നീതിബോധത്തെക്കുറിച്ച് സംസാരിച്ചു. പ്രവാചകനൊടുവിൽ പറഞ്ഞു, നിങ്ങളുടെ മുൻഗാമികൾ നശിച്ചത് ഈ സമീപനം സ്വീകരിച്ചതുകൊണ്ടാണ്. അവരിലെ പ്രബലന്മാരെ തെറ്റ് ചെയ്യുമ്പോൾ അവര് കണ്ണടക്കും, അവരിലെ ദുർബലന്മാരാണ് അധർമ്മം ചെയ്തതെങ്കിലോ ഉടനെ പിടികൂടും, നിയമം നടപ്പിലാക്കും, ശിക്ഷിക്കും. അതുകൊണ്ട് നിങ്ങൾ അറിയണം, വഅയ്മുല്ലാഹി ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സരിഖത് ലഖത മുഹമ്മദൻ യദഹാ എന്ന് പ്രവാചകൻ പ്രഖ്യാപിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും അതുല്യമായ നീതിയുടെ പ്രഖ്യാപനം. എന്റെ മകൾ ഫാത്തിമയാണ് തെറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഫാത്തിമയ്ക്കെതിരിൽ ഞാൻ നടപടിയെടുക്കും എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്. ഞാൻ ഈ നന്മയെക്കുറിച്ചും നീതിബോധത്തെക്കുറിച്ചും സൂചിപ്പിച്ചത് ഈ അടിത്തറയിൽ നിന്നുകൊണ്ട് വേണം ഈ ചരിത്ര സന്ദർഭത്തെ നമ്മൾ അഭിമുഖീകരിക്കാൻ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ മുസ്ലിം ഉമ്മത്ത് നിൽക്കുമ്പോൾ, നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനങ്ങളൊക്കെ തീരുമാനമെടുക്കുമ്പോൾ, മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം നന്മയുടെയും നീതിയുടെയും പ്രകാശം പരത്തുന്ന സമുദായമാണ് നിങ്ങൾ എന്ന വിശുദ്ധ ഖുർആനിന്റെ ഈ അടിസ്ഥാന പ്രമാണത്തിൽ നിന്നുകൊണ്ട് വേണം ഈ ചരിത്ര സന്ദർഭത്തെ നമ്മൾ അഭിമുഖീകരിക്കാൻ. അപ്പോൾ നമുക്ക് ബോധ്യപ്പെടും, ലോകത്തിന് കാണുന്ന ഏറ്റവും വലിയ സാമൂഹ്യ തിന്മയെന്ന് പറഞ്ഞാൽ അത് സാമ്രാജ്യത്വമാണ്. വിശദീകരിക്കേണ്ടതില്ല. ഏറ്റവും വലിയ തിന്മ സാമ്രാജ്യത്വം തന്നെയാണ്. സാമ്രാജ്യത്വത്തിന്റെ ഏറ്റവും വലിയ കെണിയിൽപ്പെട്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം, ലോകവേദിയിൽ ഇന്നൊരു രണ്ടാമനില്ല. അമേരിക്കക്കൊപ്പം നിൽക്കാൻ ഒരു റഷ്യയില്ല, മറ്റൊരു ശക്തിയില്ല. അങ്ങനെ ഒറ്റയാനായി നിൽക്കുന്ന സാമ്രാജ്യത്വം അമേരിക്കയുടെ നേതൃത്വത്തിൽ ഏറ്റവും വലിയ തിന്മയുടെ തിന്മയായി നമുക്കിന്ന് കാണാൻ കഴിയും. ആ അമേരിക്കൻ സാമ്രാജ്യത്വം വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ച ഫിർഔനിസത്തിന്റെ ആധുനികമായ പതിപ്പാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഖുർആൻ ഫിർഔനിസത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ആ ഫിർഔനിന്റെ സാമ്രാജ്യത്വ സംവിധാനം, അതിന്റെ പുനഃസൃഷ്ടിയാണ് ആധുനിക കാലഘട്ടത്തിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന. വിശുദ്ധ ഖുർആൻ ഫിർഔനെയും കൂട്ടരെയും വിശേഷിപ്പിച്ചത് നരക നേതൃത്വം എന്നാണ്. അഇമ്മത്തി യഹുദൂന ഇലന്നാർ, നരകത്തിലേക്ക് ജനങ്ങളെ ലോകത്തെ കൂട്ടുന്ന നരക നേതൃത്വമാണ് ഫിർഔനും കൂട്ടരും. ആ ഫിർഔനിന്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് പഠിച്ചാൽ നിങ്ങൾക്കത് ബോധ്യമാകും. ഇന്ന് നമ്മൾ കാണുന്ന സാമ്രാജ്യത്വം അതിന്റെ വികസിത രൂപമാണ്. ഫിർഔൻ ഏറ്റവും വലിയ താഗൂത്തായിരുന്നു എന്ന് ഖുർആൻ പറയുന്നു. മൂസാ നബിയോട് പറഞ്ഞല്ലോ, ഇദ്ഹബ് ഇലാ ഫിർഔൻ ഇന്നഹു ത്വഗാ, ഫിർഔന്റെ അടുത്തേക്ക് താങ്കൾ പോകൂ. ഫിർഔൻ ഒരു താഗൂത്തായി മാറിയിരിക്കുകയാണ്. അവൻ അതിര് കവിഞ്ഞിരിക്കുകയാണ്. അവൻ നിലവിട്ട് പെരുമാറുകയാണ്. അവൻ ഏറ്റവും വലിയ ദൈവവിരുദ്ധ ആധിപത്യ ശക്തിയായി മാറിയിരിക്കുകയാണ്. അവൻ എന്താണ് പറയുന്നത്? ഏറ്റവും വലിയ അഹന്ത, ഫഖാല അന റബ്ബുകുമുൽ അഅല, ഞാൻ തന്നെയാണ് നിങ്ങളുടെ അത്യുന്നതനായ റബ്ബ്.
ഞാൻ തന്നെയാണ് നിങ്ങളുടെ പരമാധികാരി എന്ന് പറയുന്ന അഹന്ത, മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാത്ത ഒരു ദൈവമോ എനിക്കറിഞ്ഞുകൂടല്ലോ. അലൈസ ലീ മുൽക്കു മിസ്ർ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, എന്റെ കാലിനടിയിലൂടെയല്ലേ ഈ നദികളൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, ഈ യൂഫ്രട്ടീസ് ഈ നൈൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. ഞാനല്ലാത്ത ഒരു അധികാരം നിങ്ങൾക്കോ എനിക്ക് സങ്കല്പിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് ഫിർഔനിന്റെ ആധിപത്യത്തിന്റെ ആക്രോശമാണ് യഥാർത്ഥത്തിൽ ഇന്ന് സാമ്രാജ്യത്വ ശക്തികളിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന ഫിർഔന അലാ ഫിൽ അർളി വജഅല അഹ്ലഹാ ശിയഅൻ, വിശുദ്ധ ഖുർആൻ പറയുകയാണ് ഫിർഔൻ ഏറ്റവും വലിയ അഹങ്കാരിയായി ഔന്നത്യത്തിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ് ഫിർഔൻ. എന്നിട്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു, മനുഷ്യരെ വ്യത്യസ്ത ചേരികളിലാക്കുന്നു, ചിലരെ ദുർബലപ്പെടുത്തുന്നു, ചിലരെ പ്രബലരാക്കുന്നു. എന്നിട്ട് അവന്റെ താൽപര്യങ്ങൾക്ക് വേണ്ടി അവന്റെ ആധിപത്യത്തിന്റെ കീഴിൽ സമൂഹത്തെ മുഴുവൻ അവൻ വരിഞ്ഞു മുറുക്കി കെട്ടിനിർത്തിയിരിക്കുന്ന ഫിർഔൻ, ഏറ്റവും വലിയ ഭീകരത ലോകത്ത് കാണിച്ച ഫിർഔൻ. ലഉഖത്തിഅന്ന ഐദിയക്കും വഅർജുലക്കും മിൻ ഖിലാഫിൻ വലഉസല്ലിബന്നക്കും ഫീ ജുദൂഇൻ നഖൽ വലതഅലമുന്ന അയ്യുനാ അശദ്ദു അദാബൻ വഅബ്ഖ, ഏറ്റവും കഠിനമായ ശിക്ഷ, ഏറ്റവും പൈശാചികമായ ശിക്ഷ നൽകിക്കൊണ്ടിരുന്ന ഏറ്റവും വലിയ ഭരണകൂട ഭീകരത കാണിച്ച ഫിറഔൻ. ഇതൊക്കെയാണ് ഗ്വാണ്ടനാമോയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശദീകരിക്കേണ്ടതില്ലല്ലോ. എല്ലാ അർത്ഥത്തിലും ബനൂ ഇസ്രായേൽ സമൂഹത്തിലെ ആൺകുട്ടികളെ അറുകൊല ചെയ്തു, അവരിലെ സ്ത്രീകളെ മാനഭംഗം ചെയ്തു. ഇങ്ങനെയുള്ള രീതിയിൽ മുന്നോട്ട് പോയ ഫിർഔനിസത്തിന്റെ ആധുനിക പതിപ്പാണ് ആഗോള സാമ്രാജ്യത്വ മുതലാളിത്തം എന്ന് പറയുന്നത്. അമേരിക്കയുടെ കീഴിൽ അതിനെ താങ്ങി നിർത്തുന്ന കുറെ ഉപഘടകങ്ങളോടൊപ്പം അതിങ്ങനെ ലോകത്തെ ഭരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിശദീകരിക്കേണ്ടതില്ല. വിശുദ്ധ ഖുർആനിൽ ആ പരാമർശങ്ങൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഈ ഫിർഔനിയൻ സാമ്രാജ്യത്വത്തെ താങ്ങി നിർത്തിയ ഘടകങ്ങൾ 3 ഘടകങ്ങളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഒന്ന് പൗരോഹിത്യമായിരുന്നു. ഫിർഔനിയൻ സാമ്രാജ്യത്വത്തിന് വേണ്ടി വിടുപണി ചെയ്തിരുന്ന ഒരു പൗരോഹിത്യം അവിടെ ഉണ്ടായിരുന്നു. പുരോഹിതന്റെ പേര് ഖുർആനില്ല, ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഒന്ന് ഹാമാനിസമാണ്. എന്ന് പറഞ്ഞാൽ ഫിർഔന്റെ അജണ്ടകൾ നടപ്പിലാക്കുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദമുണ്ടായിരുന്നു ഹാമാന്റെ നേതൃത്വത്തിൽ. ആ ഹാമാനിസമാണ്, അല്ലെങ്കിൽ ബ്യൂറോക്രസിയാണ്, അഥവാ ഈ സാമ്രാജ്യത്വ താൽപര്യങ്ങൾക്ക് വേണ്ടി വളരെ ആസൂത്രിതമായി പണിയെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദം അവിടെ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ ശക്തി കാറൂനിസമാണ്. എന്ന് പറഞ്ഞാൽ കാറൂൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു സാമ്പത്തിക സ്രോതസ്സുണ്ടായിരുന്നു അവിടെ. സാമ്രാജ്യത്വത്തിന് എല്ലാവിധ സാമ്പത്തിക പിൻബലവും നൽകുന്ന ഏറ്റവും വലിയ ഒരു കോർപ്പറേറ്റ് സമൂഹം അവിടെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കാറൂനിസം ഉണ്ടായിരുന്നു. ഈ കാറൂനിസവും ഈ ഹാമാനിസവും ഈ പൗരോഹിത്യവും അതെല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു സാമ്രാജ്യത്വം ഫിർഔനിസമാണ് അന്ന് മൂസ അലൈഹിസ്സലാമിനെ നേരിട്ടതെങ്കിൽ, പ്രിയമുള്ളവരെ, ആധുനിക കാലഘട്ടത്തിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സാമ്രാജ്യത്വ മുതലാളിത്തം എന്ന് തീർച്ചയായും ഈ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ താഗൂത്തിനെ നിഷേധിക്കലായിരുന്നു പ്രവാചകന്മാരുടെ ഒരു മഹത്തായ ദൗത്യം എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുകയാണ്. നമ്മൾ കണ്ണു തുറന്ന് കൽബ് തുറന്ന് ഖുർആനിന്റെ വരികളിലൂടെ സഞ്ചരിച്ചാൽ ഈ ഉമ്മത്തിനത് ബോധ്യപ്പെടും. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബു ത്വാഗൂത്ത്. ഖുർആൻ പറയുകയാണ്, ആരായിരുന്നു പ്രവാചകന്മാർ? എല്ലാ സമുദായങ്ങളിലേക്കും നാം അമ്പിയാക്കന്മാരെ നിയോഗിച്ചു. എന്തൊരു സന്ദേശവുമായി? വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബു ത്വാഗൂത്ത്. അല്ലാഹുവിനെ നിങ്ങൾ വിധേയപ്പെടണം, അല്ലാഹുവിന്റെ ജീവിത ദർശനത്തെ നിങ്ങൾ അംഗീകരിക്കണം, അതിനെതിരായി നിലനിൽക്കുന്ന താഗൂത്തുകളെ നിങ്ങൾ തള്ളിക്കളയണം. വജ്തനിബു ത്വാഗൂത്ത്. ഏറ്റവും വലിയ താഗൂത്തായിരുന്നു ഫിർഔൻ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മുടെ മുമ്പാകെ വിശദീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ചരിത്രങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്ന കാലഘട്ടത്തിലെ സമുദായങ്ങളെ നിരൂപണം ചെയ്യാൻ, അല്ലെങ്കിൽ സാമ്രാജ്യത്വ ശക്തികളെ വിലയിരുത്തുവാൻ നമുക്ക് കഴിയണം. ഈ സാമ്രാജ്യത്വത്തോട് മൃദുലമായ ഒരു സമീപനം സ്വീകരിക്കാൻ കഴിയുമോ ഒരു വിശ്വാസി സമൂഹത്തിന്? ഈ സാമ്രാജ്യത്വ ശക്തികളോട് ഒരൽപ്പം മാർദ്ദവമുള്ള ഒരു സമീപനം സ്വീകരിക്കാൻ കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല. കാരണം അത് നമ്മുടെ ദൗത്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അവിടെ ന്യൂയോർക്കിലിരുന്നിട്ട്, ഡൽഹിയിലിരുന്നിട്ട് ഈ സാമ്രാജ്യത്വത്തിന് വിടുവേല ചെയ്യുകയും, അല്ലെങ്കിൽ സാമ്രാജ്യത്വ താൽപര്യങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ കഴിവുകളൊക്കെ പ്രയോജനപ്പെടുത്തുകയും, എന്നിട്ട് ആ കോട്ടും ആ ടൈയും ആ ഹാറ്റുമൊക്കെ ഊരിവെച്ചിട്ട് നമ്മുടെ നാട്ടിലേക്ക് ഒരു മുണ്ടും വേഷ്ടിയും ഇട്ട് വന്നാൽ ജനങ്ങളെ തിരിച്ചറിയുകയില്ല എന്ന് ചിന്തിക്കുന്ന വിഡ്ഢികളുടെ സ്വർഗത്തിൽ ആളുകൾ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്,
ഈ ചരിത്ര സന്ദർഭത്തെ മുസ്ലിം ഉമ്മത്ത് നേരിടുമ്പോൾ വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ ദൗത്യത്തെ സംബന്ധിച്ച തിരിച്ചറിവോടുകൂടി ആരൊക്കെയാണ് സാമ്രാജ്യത്വത്തിന് വിടുപണി ചെയ്യുന്നവർ, ഈ കാലഘട്ടത്തിലെ ഫിറഔനിസത്തിന്, ഈ കാലഘട്ടത്തിലെ ഹാമാനിസത്തിന്, ഈ കാലഘട്ടത്തിലെ കാറൂനിസത്തിന്, ഈ കാലഘട്ടത്തിലെ പൗരോഹിത്യത്തിന് ആരാണ് പാദസേവ ചെയ്യുന്നത് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. ഈ സാമ്രാജ്യത്വത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് സയനിസം എന്ന് പറയുന്നു. നമുക്കറിയാമല്ലോ, പതിറ്റാണ്ടുകളായി ജനിച്ച മണ്ണിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു സമൂഹം അല്ല, അവരെ എല്ലാ അർത്ഥത്തിലും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സയനിസ്റ്റ് ലോബിക്ക് എല്ലാ പിന്തുണയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാമ്രാജ്യത്വവും സയനിസവും ന്യൂയോർക്കിലൊക്കെ ചെന്നിട്ട് പ്രസംഗിക്കുകയും ഐക്യരാഷ്ട്രസഭയിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ലേഖനങ്ങൾ എഴുതുകയും യൂതപത്രങ്ങളിലടക്കം ലേഖനങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്ത സാമ്രാജ്യത്വ സയനിസ്റ്റ് ചേരിയാണ് എന്റെ ചേരി എന്ന് തെളിയിച്ചിട്ട് പണ്ടുകാലമാണ് എന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു പോവുകയാണ്. പണ്ടുകാലത്തൊക്കെ ന്യൂയോർക്കിൽ ചെന്നിട്ടും റോമിൽ ചെന്നിട്ടും ഇസ്രയേലിൽ ചെന്നിട്ടും ഒക്കെ ചെയ്താൽ ആരും തിരിച്ചറിയുകയില്ല. പക്ഷേ ഇന്ന് കാലം മാറി, ലോകം മാറി, ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അവിടെ കോട്ടിട്ടവൻ കോട്ടഴിച്ചിട്ട് ഇവിടെ മുണ്ടും ചുപ്പയും എടുത്തു വന്നാൽ തിരിച്ചറിയാൻ കഴിയുന്ന സാക്ഷരത ലോകത്തുണ്ടായിരിക്കുന്നു എന്ന് പലപ്പോഴും അവർ തിരിച്ചറിയാതെ പോവുകയാണ്. പ്രിയമുള്ളവരെ, ഒരു ചരിത്ര സന്ദർഭത്തെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ തീർച്ചയായും തങ്ങൾക്ക് കിട്ടിയ പദവികളും സ്ഥാനങ്ങളും ഈ താകൂത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നവരാരാണ് എന്ന് തിരിച്ചറിയുവാൻ പ്രബുദ്ധമായ ഒരു സമൂഹത്തിന് സാധിക്കേണ്ടതുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ വെളിച്ചത്തിൽ ഒരു നസീഹത്ത് എന്ന നിലയിൽ സൂചിപ്പിക്കുകയാണ്. രണ്ടാമത്തെ മുഖ്യമായ തിന്മ ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഏറ്റവും വലിയ സാമൂഹ്യ തിന്മ എന്ന് പറയുന്നത് വർഗീയതയും വംശീയതയുമാണ്. വർഗീയ വിദ്വേഷം വളർത്തുന്ന ചില ശക്തികൾ, നമുക്കറിയാം, ലോകം കണ്ട ഏറ്റവും വലിയ മാനവിക ദർശനമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ കുല്ലുക്കും മിൻ ആദം വആദമു മിൻ തുറാബ് എന്ന് പഠിപ്പിക്കുന്ന ഒരു ദർശനം. അന്നാസു സവാസിയത്തുൻ കാസ്നാലിൽ മുസ്ത്, ചെറുപ്പിന്റെ പല്ലുകൾ പോലെ തുല്യരാണ് നിങ്ങളെല്ലാം. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, എല്ലാവരും ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും ഉണ്ടായ ഒരു കുടുംബത്തിൽപ്പെട്ടവരെന്ന് പഠിപ്പിക്കുന്ന മാനവികമായ ദർശനം. ലോകത്ത് വൈവിധ്യങ്ങളില്ലാതിരിക്കുന്ന എല്ലാവരും മുസ്ലിങ്ങളായിട്ട് മാറുന്ന ഒരന്തരീക്ഷമുണ്ടാകുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. വലൗ ശാ അല്ലാഹു ലജഅല അന്നാസ ഉമ്മത്തൻ വാഹിദ, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഒറ്റ സമുദായമാക്കുമായിരുന്നു. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാ ആളുകൾക്കും ഹിദായത്ത് നൽകുമായിരുന്നു. അല്ലാഹ് അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾ പണിയെടുത്തോളൂ, പക്ഷേ ഈ വൈവിധ്യം ഇവിടെ നിലനിൽക്കും. ഫമൻ ശാഅ ഫല്യുഅ്മിൻ വമൻ ശാഅ ഫല്യക്ഫുർ, ഇഷ്ടമുള്ളവന് സ്വീകരിക്കാം, ഇഷ്ടമില്ലാത്തവന് തള്ളിക്കളയാം. സ്വാതന്ത്ര്യം അല്ലാഹു നൽകിയിട്ടുണ്ട്. ഇഖ്തിലാഫു അൽസിനത്തിക്കും അൽവാനിക്കും, നിങ്ങളുടെ ഭാഷകളുടെ, നിങ്ങളുടെ നിറങ്ങളുടെ വൈവിധ്യം, ഇതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല അംഗീകരിച്ചിരിക്കുന്നു എന്നൊക്കെ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ട് ഏറ്റവും വലിയ സഹിഷ്ണുതയുടെ ഒരു ലോകത്തെ അല്ല ഇത് പഠിപ്പിച്ച പ്രവാചകൻ ഏറ്റവും ബഹുസ്വരമായ മനോഹരമായ ഒരു സമൂഹത്തെ ലോകത്തിന്റെ മുമ്പിൽ നിർമ്മിച്ചു കാണിക്കുകയും ചെയ്തു. ആദ്യകാല മദീന സമൂഹം ഏറ്റവും നല്ല ബഹുസ്വര സമൂഹമായിരുന്നു. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. സാമൂഹ്യ നേതൃത്വം പ്രവാചകനായിരുന്നു. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ഇസ്ലാമിന്റെ വക്താക്കൾക്ക് വർഗീയതയോട് രാജിയാകാൻ കഴിയില്ല, സാമുദായികതയോട് രാജിയാകാൻ കഴിയില്ല. ആരാണ് നമ്മുടെ സമൂഹത്തിലെ ബഹുസ്വരതയെ, നമ്മുടെ നാടിന്റെ മഹനീയമായ പൈതൃകത്തെ ആരാണ് യഥാർത്ഥത്തിൽ കളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ഏത് ശബ്ദങ്ങളാണ്, ശക്തികളാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. ഗാന്ധിവധം മുതൽ അഭിനവ ഗാന്ധിയുടെ ആക്രോശം വരെ എന്ന് വേണമെങ്കിൽ പറയാം. സാക്ഷാൽ മഹാത്മാഗാന്ധിയെ വധിച്ചുകൊണ്ട് ആരംഭിച്ച ആ വർഗീയ ഫാഷിസത്തിന്റെ തേരോട്ടം ഇപ്പോൾ അഭിനവ ഗാന്ധി വർഗീയമായ വിഷം വമിക്കുന്ന പ്രസംഗങ്ങൾ നടത്തി ഇപ്പോൾ ജയിലടിക്കുള്ളിലാണെങ്കിലും ആരാണ് ഇതിനൊക്കെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്? ഈ ശക്തികൾ ആരാണെങ്കിലും തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ വർഗീയതയോട് രാജിയാകാൻ സാധ്യമല്ല, ഈ വംശീയതയോട് രാജിയാകാൻ സാധ്യമല്ല. ബഗൽപൂരുകൾ, ഭീവണ്ടികൾ, ജംഷഡ്പൂരുകൾ, ഒറീസകൾ, ഗുജറാത്തുകൾ, ആസാമുകൾ നമ്മുടെ സമൂഹത്തിൽ ആവർത്തിച്ചുകൊണ്ടിരുന്നു. പീഡനങ്ങൾ അനുഭവിച്ചു ഈ രാജ്യനിവാസികൾ. അതുകൊണ്ട് വർഗീയതയുടെ ശക്തികളെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. മൂന്നാമത്തെ സുപ്രധാനമായ മുഖ്യതിന്മ എന്ന് പറയുന്നത് അഴിമതിയും ക്രിമിനലിസവുമാണ്. ഞാൻ വിശദീകരിക്കേണ്ടത് എല്ലാ രംഗങ്ങളിലും അത് ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 14ാം ലോകസഭയാണ് പിരിയുന്നത്. ഈ ലോക്സഭയിൽ 18 പാർട്ടികളുടെ എംപിമാരുടെ കണക്കൊക്കെ ഈ അടുത്ത് നമ്മൾ വായിച്ചു. 25% പേരും ക്രിമിനലുകളാണെന്നാണ് പറയുന്നത്. ജയിലഴിക്കുള്ളിൽ പോയി കിടക്കേണ്ട ആളുകളാണ് നിയമനിർമ്മാണ സഭയിലെത്തുന്നത്. പ്രിയമുള്ളവരെ, ഇതൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ അഴിമതിയുടെ
കയ്യിലൊരു കട്ടുറുമ്പിൽ വെച്ചു കൊടുത്താൽ അതുപോലും പോക്കറ്റിലാക്കാൻ ശ്രമിക്കുന്ന ആ ജന്മമോഷ്ടാക്കളായ മനുഷ്യന്മാർ, ഗുണ്ടകൾ, കലാപങ്ങൾ ഉണ്ടാക്കുന്നവർ, വർഗീയ വിദ്വേഷികൾ, ഇവരൊക്കെ കൂടി നിയമനിർമ്മാണ സഭയിൽ പോയിരുന്നാൽ എന്താണ് സംഭവിക്കുക എന്നാണ് നമ്മൾ പലപ്പോഴും പാർലമെന്റ് സമ്മേളനങ്ങൾ നടക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചതിന്റെ ചുരുക്കം, ലോകത്തെ ഏറ്റവും വലിയ സാമൂഹ്യ തിന്മയായ സാമ്രാജ്യത്വ മുതലാളിത്തവും അതിന്റെ കൂടെ നിൽക്കുന്ന സൈനിസവും അതുപോലെ വർഗീയ വംശീയ വിദ്വേഷം, നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റ് സാമൂഹ്യ തിന്മകൾ, ഇതെല്ലാം മുമ്പിൽ വെച്ചുകൊണ്ട് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി പുറത്തെടുക്കപ്പെട്ട നന്മയുടെ പ്രകാശം പരത്തുന്ന സമുദായം എന്ന നമ്മുടെ മേൽവിലാസം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ സമ്മതിദാനാവകാശം ഉപയോഗപ്പെടുത്താൻ കഴിയണമെന്ന് ദീനിന്റെ വെളിച്ചത്തിൽ ഒരു നസീഹത്ത് എന്ന നിലയിൽ പറയുകയാണ്. കൊച്ചു കൊച്ചു ചിന്തകൾക്കപ്പുറം, എന്നെ വഴിയിൽ കണ്ടപ്പോൾ അയാൾ ചിരിച്ചില്ല, ഞാനൊരു സ്ഥാപനത്തിന് അപേക്ഷിച്ചപ്പോൾ സ്ഥാപനം കിട്ടിയില്ല, ഇത്തരം കൊച്ചു കൊച്ചു ചിന്തകൾക്കപ്പുറം ഈ വലിയ വലിയ സംഗതികൾ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മുടെ അധികാരമോഹങ്ങൾക്കപ്പുറം ഇസ്ലാമികമായ അടിത്തറകളിൽ നിന്നുകൊണ്ട് ബുദ്ധിപൂർവ്വം തീരുമാനമെടുക്കുവാൻ മുസ്ലിം ഉമ്മത്തിന് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ഈ ചരിത്ര സന്ദർഭത്തെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് എന്ന് മാത്രം പറയുകയാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അല്ലാഹു നിങ്ങളോട് നീതി കൊണ്ട് കൽപ്പിക്കുന്നു, അല്ലാഹു നിങ്ങളോട് നന്മ കൊണ്ട് കൽപ്പിക്കുന്നു, നിങ്ങൾ അടുത്തവർക്ക് ബന്ധുക്കൾക്ക് സേവനം ചെയ്യാൻ അല്ലാഹു കൽപ്പിക്കുന്നു, എല്ലാവിധ അധർമ്മങ്ങളെയും അക്രമങ്ങളെയും തിന്മകളെയും അവൻ വിലക്കുകയും ചെയ്യുന്നു. ഓരോ പൗരന്റെയും കൈവശമുള്ള സമ്മതിദാനാവകാശം എന്ന് പറയുന്ന ഈ അമാനത്ത്, അതിനോട് നീതി പുലർത്തിക്കൊണ്ട് അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. അമാനത്തുകളോട് വഞ്ചന പാടില്ലെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ലാ തഖൂനുല്ലാഹ വറസൂൽ വതഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അല്ലാഹനെ വഞ്ചിക്കരുത്, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് റസൂലിനെ ചതിക്കരുത്. വതഖൂനു അമാനാതികും, നിങ്ങളുടെ അമാനത്തുകളെയും നിങ്ങൾ വഞ്ചിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഓരോന്നും അർഹതപ്പെട്ടത് എവിടെയോ അവിടെ കൊടുക്കാൻ വിശ്വാസിക്ക് കഴിയണം. ഒരാളെ ഇരുത്തേണ്ടിടത്ത് ഇരുത്താൻ വിശ്വാസികൾക്ക് കഴിയണം. അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ അമാനത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ഇത് ഖുർആൻ തന്നെ നേർക്കുനേരെ പറയുകയാണ്. രാഷ്ട്രീയ പ്രസംഗമാണോ എന്ന് തോന്നാം, ഈ രാഷ്ട്രീയ പ്രസംഗം വിശുദ്ധ ഖുർആൻ തന്നെ നടത്തുകയാണ്. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹ. വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട ആ സംഗതികളുണ്ടല്ലോ, അതർഹമായ കരങ്ങളിൽ ഏൽപ്പിക്കണമെന്ന് അല്ലാഹു നിശ്ചയമായും നിങ്ങളോട് കൽപ്പിക്കുകയാണ്, ഉപദേശിക്കുകയല്ല. ഇന്നല്ലാഹ യഅ്മുറുക്കും, അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുകയാണ്. അമാനത്തുകൾ അതിന്റെ അഹ്ലുകാരെ ഏൽപ്പിക്കുക. എവിടെയൊക്കെയാണ് ആരെയൊക്കെയാണ് ഇരുത്തേണ്ടത് അവിടെ ഇരുത്താൻ നിങ്ങൾക്ക് കഴിയണം. വഇദാ ഹക്കംതും ബൈനന്നാസി അൻ തഹ്കുമൂ ബിൽ അദ്ൽ, ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുമ്പോൾ, ജനവിധി കൽപ്പിക്കുമ്പോൾ എന്നും പറയാം, അങ്ങനെ നിങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്നിടത്ത് അൻ തഹ്കുമൂ ബിൽ അദ്ൽ, നീതിപൂർവമായിരിക്കണം നിങ്ങളുടെ തീരുമാനം. ഇന്നല്ലാഹ നിഅമ്മാ യഅ്ലുകും ബി, അല്ലാഹു എത്ര നല്ല ഉപദേശങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ, നിശ്ചയമായും അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്, കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയും. ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലത്തെക്കുറിച്ച് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മക്കാ വിജയത്തിന്റെ സന്ദർഭം, ആ മഹത്തായ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ കഅബാലയം ശുദ്ധീകരിച്ചു. അവിടെയുണ്ടായിരുന്ന വിഗ്രഹങ്ങളെ എടുത്തുമാറ്റി പ്രവാചകൻ ഇസ്ലാമിന്റെ കഅബയായി കഅബയെ പുനരുദ്ധരിച്ചു. ആ സന്ദർഭത്തിൽ കാലങ്ങളായിട്ട് കഅബയുടെ താക്കോൽ സൂക്ഷിച്ചുകൊണ്ടിരുന്ന ഉസ്മാൻ ഇബ്നു തുൽഹ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, അദ്ദേഹം അപ്പോഴും മുശ്രിക്കാണ്. അവർ കാലങ്ങളായിട്ട് ആ കുടുംബമാണ് കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാർ. അലി ഇബ്നു അബീ താലിബിന് അത് സഹിച്ചില്ല. ഇതാ ഇസ്ലാമിന്റെ ലോകം വന്നു, ഇസ്ലാമിന്റെ ഭരണം വന്നു, കഅബ പ്രവാചകന്റെ കീഴിലായി, ഇനിയും ഇവരുടെ കയ്യിൽ താക്കോൽ ഏൽപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അദ്ദേഹം ഈ ഉസ്മാൻ ഇബ്നു തുൽഹയിൽ നിന്നത് പിടിച്ചു വാങ്ങി. പ്രവാചകൻ അറിയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ മൗനം പാലിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, ആകാശം ഇടപെടുന്നു നീതിയുടെ വിഷയത്തിൽ. അപ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നത്, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹ, അമാനത്തുകൾ അതിന്റെ അഹ്ലുകാർക്ക് ഏൽപ്പിക്കണം. അല്ലാഹ് നിങ്ങളോട് കൽപ്പിക്കുകയാണ്. അലി ഇബ്നു അബീ താലിബിൽ നിന്ന് തന്നെ ഉസ്മാൻ ഇബ്നു തുൽഹ ഈ ആയത്ത് കേൾക്കുകയാണ്. ഉടനെ അദ്ദേഹം പറഞ്ഞു, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എങ്കിൽ ഇതാ ഈ ദർശനം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അമാനത്തുകൾ നീതിപൂർവ്വം നിങ്ങളുടെ താല്പര്യം എന്തുമാകട്ടെ അർഹിക്കുന്നിടത്ത് ഏൽപ്പിക്കുക എന്ന അള്ളാഹുവിന്റെ കൽപ്പന, ഇത് തീർച്ചയായും മനുഷ്യ ദർശനമല്ല, ഇത് അള്ളാഹുവിന്റെ ദർശനമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഉസ്മാൻ ഇബ്നു തുൽഹ ഈ മാർഗം സ്വീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ നീതിബോധത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാമ്രാജ്യത്വത്തിനെതിരെ, വർഗീയ ഫാഷിസത്തിനെതിരെ,
അഴിമതിക്കും ക്രിമിനലിസത്തിനുമെതിരെ നന്മയുടെ ഉമ്മത്ത് എന്ന നിലയിൽ നന്മയുടെയും നീതിയുടെയും പ്രകാശം പരത്തുന്ന ഈ സമുദായത്തിന് നീതിപൂർണമായ നിലപാടുകൾ എടുത്തുകൊണ്ട് ഈ ചരിത്ര സന്ദർഭത്തെ ബുദ്ധിപൂർവ്വം നേരിടുവാൻ, അഭിമുഖീകരിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. കാര്യങ്ങൾ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.